തൈറോയിഡ് അറിയൂ 10 ലക്ഷണങ്ങൾ. ക്ഷീണം, ഭാരവ്യതിയാനങ്ങൾ, ഉത്കണ്ഠയും വിഷാദവും, കൊളസ്ട്രോൾ, കുടുംബ പാരമ്പര്യം, ആർത്തവ ക്രമക്കേടുകളും വ്യന്തതയും, ഉദര പ്രശ്നങ്ങൾ, മുടി ചർമ്മ വ്യതിയാനങ്ങൾ, കഴുത്തിലെ അസ്വസ്ഥ്യം, പേശിസന്ധി വേദനകൾ. ഇത്രയും കാര്യങ്ങൾ തൈറോയിഡിന്റെ ലക്ഷണങ്ങളാണ്. തൈറോയിഡ് വരാതിരിക്കാൻ ഈ 5 വൈറ്റമിനുകൾ കഴിക്കുക. ഇന്നത്തെ കാലത്ത് പലരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് തൈറോയിഡ്. സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ 3 ഇരട്ടിയാണ് തൈറോയിഡ് വരാനുള്ള സാധ്യത. ഹൈപ്പോതൈറോയിഡിസം ആണ് എല്ലാവരിലും അധികമായി കാണുന്നത്. ഇതിന് മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ കാലാകാലങ്ങളോളം മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കണം. തൈറോയിഡ് വരാതിരിക്കാൻ എന്തെല്ലാം വൈറ്റമിനുകൾ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ് എന്ന് നമുക്ക് നോക്കാം. വൈറ്റമിൻ എ. ഇവ തലച്ചോറിലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുവാൻ സഹായിക്കുന്നു. ഇത് അയഡിൻ വലിച്ചെടുക്കുവാനും സഹായിക്കുന്നു. മാത്രമല്ല, ഇവയാണ് തൈറോയ്സിൻ ഹോർമോണിനെ T3 ആക്കി മാറ്റുന്നതും തൈറോയിഡ് വരുന്നത് തടയാൻ സഹായിക്കുന്നതും. കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടാനും ഇത് സഹായിക്കുന്നു. വിറ്റാമിൻ ഡി. തൈറോക്സിൻ ഹോർമോണിനെ മെച്ചപ്പെടുത്തുന്നതിനും തൈറോയിഡ് ഗ്രന്ഥിക്കുണ്ടാക്കുന്ന വീക്കം തടയുവാനും ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ തടയാൻ ഇത് നല്ലതാണ്. കാൽസ്യം ഉൾപ്പെടെയുള്ള നമ്മുടെ രക്തത്തിലെ ധാതുക്കളെ നിയന്ത്രിക്കുന്നതിനും ഉൽപ്പാദിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. സെലനിയം. സെലനിയം മറ്റൊരു വൈറ്റമിൻ ആണ്. ഇത് തൈറോയിഡ് ഗ്രന്ഥിയിലേക്ക് ആന്റി ഓക്സിഡന്റായി പ്രവർത്തിക്കുന്നു. ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് കുറയ്ക്കാൻ ഇത് നല്ലതാണ്. ഇത് തൈറോക്സിൻ ഹോർമോൺ ഉൽപാദനത്തിന് സഹായിക്കുന്നു. ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നു. സിങ്ക്. സിങ്ക് രോഗപ്രതിരോധ ശേഷിക്ക് പ്രധാനമാണ്. തൈറോയിഡ് ഗ്രന്ഥിക്ക് വരുന്ന നീർക്കെട്ട് മാറാൻ ഏറെ നല്ലതാണ്. വിറ്റാമിൻ B12. തൈറോയിഡ് ഉണ്ടാകാൻ കാരണമാകുന്ന ലക്ഷണങ്ങൾ കുറയ്ക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നു. ശരീരത്തിൽ ഉണ്ടാകുന്ന ക്ഷീണം അകറ്റാൻ ഇത് നല്ലതാണ്. മോഡിക്കെയറിന്റെ എന്തെല്ലാം പ്രൊഡക്ട്സ് ആണ് നമ്മൾ തൈറോയിഡിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. ബി കോംപ്ലക്സ്, D3, മൾട്ടിവിറ്റാമിൻ വുമൺ ഓർ മൾട്ടിവിറ്റാമിൻ മെൻ, പ്രോട്ടീൻ ക്രസ്റ്റ്,